നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 997th day. Today 5th sloka of Pradhama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 997 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം തത്സത്. പ്രതിജഗ്മുപ്രഹർഷേണ പ്രാണം ത്വന്വ ഇവാഗതം അഭിസംഗമ്യ വിധിവത് പരിശ്വംഗാഭിവാദനേ. ഓം തത്സത്. പ്രതിജഗ്മുപ്രഹർഷേണ പ്രാണം തന്വ ഇവാഗതം അഭിസംഗമ്യ വിധിവത് പരിശ്വംഗാഭിവാദനേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് പ്രതിജഗ്മു പ്രഹർഷേണ പ്രാണം തന്വ ഇവാഗതം അഭിസംഗമ്യ വിധിവത് പരിശ്വംഗാഭിവാദനേ. ഇവ ആഗതം. ഇവാഗതം എന്നുള്ളത് തന്വ ഇവാഗതം എന്നുള്ളത് തന്വ ഇവ ആഗതം. അങ്ങനെയാണ് ചെയ്യേണ്ടത്, പദം പിരിക്കേണ്ടത്. അത് അർത്ഥം പ്രതിജഗ്മ എന്ന് പറഞ്ഞാൽ എതിരേറ്റു ചെന്നു. പ്രഹർഷേണ സന്തോഷത്തോടുകൂടി. പ്രാണം ജീവൻ. തന്വ ശരീരം. ഇവ ആഗതം വീണ്ടും പ്രവേശിച്ചതുപോലെ. അതായത് ആഗതം പ്രാണം ഇവ ബോധം കെട്ട് വീണ മൂർച്ച പോയിട്ടുള്ള അതിനുശേഷം പ്രാപിച്ച ബോധം പോയതിനു ശേഷം വീണ്ടും ബോധം വരുന്നത് മതി. പ്രാണൻ വീണ്ടും ശരീരത്തിൽ ആഗതം പ്രാണം ഇവ, അതായത് പ്രാണൻ വീണ്ടും വന്നതുപോലെ. പരിശ്വംഗാ അഭിസംഗമ്യ. അഭിസംഗമ്യ എന്ന് പറഞ്ഞാൽ എതിരേറ്റു ചെന്നു. പരിശ്വംഗ വിധിപ്രകാരം യോജിച്ചിട്ട്. വിധിപ്രകാരം അഭിസംഗമ്യ വിധിപ്രകാരം യോജിച്ചിട്ട്. പരിശ്വംഗാഭിവാദനെ പരിശ്വംഗാലിംഗനം വന്ദനം മുതലായവ കൊണ്ട് എതിരേറ്റു ചെന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രാണൻ ഒരു ശരീരത്തിനെ വിട്ടുപോയിട്ട് അല്ലെങ്കിൽ ബോധം പോയതിന് ശേഷം ബോധം വീണ്ടും വരുമ്പോൾ എപ്രകാരം കൈകാലുകളൊക്കെ ശരീരാവയവങ്ങളൊക്കെ ഉണർച്ചയുണ്ടായി വരുമോ അപ്രകാരം വിതുരർ പോയതിന് ശേഷം പ്രാണൻ പോയ മാതിരിയായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് എന്നുള്ള മാതിരി പറയുകയാണ്. ഹസ്തിനപുരത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും പ്രാണൻ തിരിച്ച് കിട്ടിയതുപോലെ എല്ലാവരും ഓടി വന്ന് വിധിപ്രകാരം യോജിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം വന്ദനം മുതലായവ കൊണ്ട് എതിരേറ്റു. അടുത്ത ശ്ലോകത്തോടു കൂടിയാണ് ഈ 4 ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒരുമിച്ച് വരുന്നതാണ്. ഹസ്തിനപുരത്തിലെ വാസികൾ വിതുരരെ കണ്ടപ്പോൾ ആരൊക്കെ ഓടി വന്നു, എങ്ങനെയൊക്കെ വന്നു, എപ്രകാരം അദ്ദേഹത്തെ എതിരേറ്റു എന്നുള്ളതൊക്കെയാണ് ഈ 4 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ് പ്രാണൻ നമ്മുടെ ദേഹത്തെ വിട്ടുപോയ, അതായത് ബോധം പോയതിനു ശേഷം ബോധം വരുമ്പോൾ എപ്രകാരം ശരീരാവയവങ്ങളൊക്കെ ആ പ്രാണൻ തിരിച്ചു വരുമ്പോൾ ഉത്തേജിതമാകുമോ അപ്രകാരം വിതുരരെ കണ്ടപ്പോൾ പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ ഉള്ള സന്തോഷത്തോടു കൂടി എല്ലാവരും ഓടി വന്ന് അദ്ദേഹത്തെ വേദിപ്രകാരം എതിരേറ്റു. ആലിംഗനം ചെയ്തുകൊണ്ടും വന്ദനം ചെയ്തുകൊണ്ടും എപ്രകാരം ഓരോരുത്തർക്കും തോന്നുന്നുവോ അപ്രകാരം എല്ലാവരും അദ്ദേഹത്തെ എതിരേറ്റു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രതിജഗ്മുപ്രഹർഷേണ പ്രാണം തന്വ ഇവാഗതം അഭിസംഗമ്യ വിധിവത് പരിശ്വംഗാഭിവാദനേ. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി ഗുഡ് നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.